أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم صدق الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും ഇബാദത്തുകളെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി ദീർഘായുസ്സും ഈമാനോടുകൂടിയ മരണവും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെയും സത്യത്തിന്റെയും ശത്രുക്കൾക്ക് അല്ലാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന വാക്ക് സലാമത്ത് എന്ന ധാതുവിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സലാമത്ത് എന്നതിനർത്ഥം സമാധാനം എന്നാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമിനർത്ഥം സ്വയം സമാധാനമുള്ളവനും മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നവനും എന്നാണ്. ഒരാള് മുസ്ലിമാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് സമാധാനം ഉണ്ടാകും. അവൻ മുഖേന മറ്റുള്ളവർക്ക് അവൻ സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടവരാണ്. അവന്റെ നാവ് കൊണ്ടോ അവന്റെ അവയവങ്ങളെ കൊണ്ടോ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാകൂല. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സമാധാനമില്ലായ്മ എന്നൊന്നും ഉണ്ടാകൂല. ഈ സമാധാനം നാളെ ആഖിറത്തിൽ മാത്രം ലഭിക്കേണ്ട ഒന്നുമല്ല. ദുനിയാവിലും സമാധാനത്തോടെ ജീവിക്കുക, നാളെ ആഖിറത്തിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു രണ്ടു തരം പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ചിലരുടെ പ്രാർത്ഥന പടച്ചവനെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ തരണേന്നാണ്. ദുനിയാവിന്റെ കാര്യം മാത്രമേ അവർ ചോദിക്കൂ. വേറെ ചിലരുടെ പ്രാർത്ഥന വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വിശ്വാസികൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: പടച്ചവനെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ ഹസനത്ത് തരണമേ, ആഖിറത്തിലും ഹസനത്ത് തരണമേ, അദാബുന്നാറിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. വിശ്വാസി വലിയ ലക്ഷ്യമുള്ളവനാണ്, വലിയ ആഗ്രഹമുള്ളവനാണ്. ദുനിയാവിലെ അവന്റെ ആഗ്രഹം ഹസനത്ത് വേണം, ആഖിറത്തിലും അവന് ഹസനത്ത് വേണം. ആഖിറത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഹസനത്ത് ഏതാണ്? ഏറ്റവും വലിയ ഹസനത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. സ്വർഗം കിട്ടിയാൽ എല്ലാം കിട്ടി. ദുനിയാവിലൊരു മനുഷ്യന് കിട്ടാവുന്ന ഹസനത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹസനത്ത് അവന്റെ സമാധാനമാണ്, മനസ്സിന്റെ സമാധാനം. അത് സമ്പത്തിനേക്കാൾ മുകളിലാണ്. സമ്പത്തൊരിക്കലും സമാധാനം വരുത്തൂല. സമ്പത്ത് പലപ്പോഴും അസമാധാനമാണ് വരുത്തുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൽ ഫഖറ അഖ്ശാലൈക്കും. ഞാൻ ഒരിക്കലും എന്റെ സമുദായത്തിന് ദാരിദ്ര്യം വരുമെന്ന് പേടിക്കുന്നില്ല. ദാരിദ്ര്യം എന്റെ ഭയമേ അല്ല. വലാകിൻ അഖ്ശാൻ തുബസത അലൈക്കും ദുനിയ. ഞാൻ ഭയപ്പെടുന്നത് നിങ്ങളുടെ മേൽ ദുനിയാവിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വലിയ സമ്പത്ത് നിങ്ങളുടെ മുന്നിൽ വന്നുകൂടും. ആ സമ്പത്ത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുമെന്നാണ് എന്റെ പേടി. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇന്നങ്ങനെയല്ലേ? ഒരു 10-30 കൊല്ലം മുമ്പ് ഇത്തരം സമ്പത്ത് നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല. 10-30 കൊല്ലം കൊണ്ട് സാമ്പത്തികമായി നമ്മളെല്ലാവരും വളരെ ഉയർന്നു. അപ്പൊ നമുക്കെന്താ കിട്ടിയ ലാഭം? ഉണ്ട സമാധാനം പോയി. അന്നുള്ള സമാധാനം ഇന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമ്പത്തിന്റെ ലാഭം എന്ന് പറയുന്നത്. എല്ലാ നിലയ്ക്കും സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനത്തെ സമ്പത്ത് കൊണ്ടുവരുമെന്നുള്ള ധാരണ മൂഢധാരണയാണ് നമുക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ വെള്ളമില്ല എന്നുള്ളൊരു പ്രശ്നമാണ്.
ജലദൗർലഭ്യം നമുക്കൊരു പ്രശ്നമാണ്. മുമ്പത് പ്രശ്നമായിരുന്നില്ല. കാരണം എന്താ? മുമ്പ് കിണറ്റിന്ന് വെള്ളം കോരിയെടുക്കണം. ഇപ്പൊ കോരിയെടുക്കണ്ട, സ്വിച്ച് ഇട്ടാൽ വെള്ളം വീഴും. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മൾ 10 ആള് കുളിച്ച വെള്ളമാണ് ഇന്ന് ഒരാൾക്ക് കുളിക്കാൻ. അപ്പൊ അതുകൊണ്ട് വെള്ളം തീർന്നു പോയാൽ നമുക്ക് പ്രയാസമാണ്. അന്ന് വെള്ളം തീരൂല, കോരിയെടുത്ത് കുളിക്കണം. അന്ന് കറണ്ട് കാശ് അടയ്ക്കണ്ട, ഇന്ന് കറണ്ട് കാശ് അടയ്ക്കണം, അതിനുള്ള പൈസയുണ്ട്. അപ്പൊ സമ്പത്ത് കൂടിയപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളമില്ല എന്നുള്ളൊരു പരാതിയാണ് നമുക്കുണ്ടായത്. അന്നില്ലാത്തൊരു പരാതി പുതുതായിട്ടുണ്ടായി. ഗ്യാസ് ഇല്ലാന്നൊരു പരാതി 10-30 കൊല്ലം മുമ്പ് ഉണ്ടാവൂല. അന്ന് വിറകാണ് കത്തിക്കുക, സമ്പത്തില്ലായിരുന്നു. ഇന്നിപ്പോ ഗ്യാസ് കൂടിയപ്പോഴാണ് യുദ്ധം വന്നപ്പോ ഗ്യാസ് ഒരു പരാതിയായി മാറിയത്. നമ്മുടെ അടുക്കളയിൽ യുദ്ധം എത്തിയെന്ന പത്രങ്ങൾ എഴുതിയത്. അടുക്കളയിൽ യുദ്ധമെത്താൻ കാരണം എന്താ? ഗ്യാസിന് ക്ഷാമം അനുഭവപ്പെട്ടു. അപ്പൊ സമ്പത്ത് കൂടിയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനമല്ല വന്നത്. സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏത് അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാലും സമ്പത്ത് ഒരിക്കലും മനുഷ്യന് സമാധാനം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ സമ്പത്തല്ല ഒരു മനുഷ്യന്റെ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ബിൽഗേറ്റ്സിന് ജീവിക്കാനും എനിക്ക് ജീവിക്കാനും ആവശ്യം നടന്നാൽ മതി. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണല്ലോ ബിൽഗേറ്റ്സ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വയറ് നിറയുന്നവരെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കും അത്രേ ഉള്ളൂ. ഒരു സമയത്ത് ഒരു വസ്ത്രം ധരിക്കാനേ അദ്ദേഹത്തിനും കഴിയുള്ളൂ, എനിക്കും കഴിയുള്ളൂ. ഒരു ബെഡിൽ കിടന്നുറങ്ങാനേ അദ്ദേഹത്തിനും കഴിയും, എനിക്കും കഴിയും. ഒരു വാഹനത്തിൽ സഞ്ചരിക്കാനേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുള്ളൂ. അപ്പൊ സമ്പത്ത് എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം നടക്കാനാണ്. അതിൽ എല്ലാവരും ഒരുപോലെയാണ്. അതിൽ സമ്പന്നനും പാവപ്പെട്ടവനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സമാധാനത്തെ ഒരിക്കലും സമ്പത്ത് കൊണ്ടുവരുന്നില്ല എന്ന് ഇത്തരം അനുഭവങ്ങളും ഈ വ്യക്തികളുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മളെ തെളിയിച്ചു തരുന്നുണ്ട്. പിന്നെ എന്താണ് ഈ സമാധാനം കൊണ്ടുവരുന്നത്? സമാധാനം മനുഷ്യന് കൊണ്ടുവന്നു കൊടുക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ എല്ലാ വിഷയങ്ങളും തലയിൽ ഇങ്ങനെ കയറ്റിയിട്ട് സമാധാനമില്ലാതെ ജീവിക്കുകയാണ്. കിടന്നുറക്കം വരില്ല. ഒന്ന് ഉറങ്ങിപ്പോയാൽ അപ്പം ഞെട്ടി ഉണരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി കിസ്രയുടെ അംബാസഡർ, കിസ്രയുടെ പ്രതിനിധിയായി ഹുർമുസാൻ വരുന്നുണ്ട്. കിസ്ര എന്ന് പറയുന്നത് അന്നത്തെ വലിയ സാമ്രാജ്യമാണ്. ഇന്നത്തെ അമേരിക്ക ഒന്നുമല്ല. അന്ന് 2 സാമ്രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊരു സാമ്രാജ്യമാണ് കിസ്ര. ആ കിസ്രയുടെ സർവ്വസൈന്യാധിപൻ ഹുർമുസാൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണാൻ വേണ്ടി മദീനയിൽ വരുന്നുണ്ട്. അപ്പൊ ഹുർമുസാന്റെ മനസ്സിൽ വലിയ സങ്കല്പമാണുള്ളത്. വലിയ കൊട്ടാരം ഉണ്ടാകും, ചുറ്റുങ്ങനെ പട്ടാളക്കാരെ കാവൽ നിൽക്കുന്നുണ്ടാകും, വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടാകും. കിസ്രയെ കണ്ടിട്ടാണ് ഹുർമുസാൻ ഉമറിനെ വിലയിരുത്തുന്നത്. ഈ ഹുർമുസാൻ മദീനയിൽ വന്നപ്പോ പള്ളി അന്വേഷിച്ചു. അപ്പൊ ഒരു ഓല മേഞ്ഞൊരു ചെറിയ കെട്ടിടം. നിങ്ങളുടെ ഭരണാധികാരി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അദ്ദേഹം അവിടെ എവിടെയെങ്കിലും മരത്തിന്റെ ചൂട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടാകും എന്ന് അനുയായികൾ പറഞ്ഞു. അദ്ദേഹം ചെന്ന് നോക്കുമ്പോ ഒരു ഈത്തപ്പന മരത്തിന്റെ ചോട്ടിൽ ഒരു മരത്തടി തലയിണയായി വെച്ചുകൊണ്ട് കിടന്നുറങ്ങണം. നന്നായി വേർത്തിട്ടുണ്ട് ഉമർ. ഹുർമുസാൻ അത്ഭുതപ്പെട്ടുപോയി. അലി ഹാദൽ മിസ്കീൻ യർതജ്ജു കിസ്റ വ കൈസർ. അവിടെ നിന്നുകൊണ്ട് സഹാബത്തിനോട് ചോദിച്ച ചോദ്യമാണിത്. ഈ സാധുവിന്റെ പേര് കേൾക്കുമ്പോഴാണോ ഞങ്ങളുടെ കിസ്റ രാജാവൊക്കെ ഞെട്ടി വിറച്ചു പോകുന്നത്? ഉമറിന്റെ പേര് കേട്ടാൽ അന്ന് കിസ്റയും കൈസറൊക്കെ വിറയ്ക്കും. ഈ സാധുവിന്റെ പേര് കേട്ടിട്ടാണോ ഞങ്ങളുടെ ചക്രവർത്തി വിറച്ചു പോകുന്നത്? ഒരു അംഗരക്ഷകനുമില്ലാതെ, ആയുധങ്ങളുടെ സുരക്ഷിതത്വമില്ലാതെ, ഒരു കൊട്ടാരമില്ലാതെ, കിടക്കാൻ ഒരു ബെഡ് പോലും ഇല്ലാതെ, ഒരു മരത്തടി തലേണിയായി വെച്ച് നന്നായി ഉറങ്ങുന്ന മനുഷ്യൻ, നന്നായി വേർത്തിട്ടുണ്ട്. അപ്പൊ ഉമറിന് ഈ മരച്ചുവട്ടിൽ ഈ ഒരു അവസ്ഥയിൽ സമാധാനമായ ഉറക്കം കിട്ടുന്നുണ്ട്. ആ ഉറക്കം കിസ്രയുടെ ചക്രവർത്തിക്ക് കിട്ടുന്നില്ല. സമാധാനമുള്ളതെന്നുള്ളത് ഒരിക്കലും സമ്പത്ത് കൊണ്ടുവരുന്ന കാര്യമല്ല. സമാധാനം മനുഷ്യർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. അപ്പൊ സമാധാനമുണ്ടാകാൻ ചില നിർദ്ദേശങ്ങൾ ഹദീസിലും ഖുർആനിലും പറഞ്ഞ ചില നിർദ്ദേശങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് സമാധാനം. സമ്പന്നനും വേണം, പാവപ്പെട്ടവനും വേണം, സ്ത്രീക്കും വേണം, പുരുഷനും വേണം. നമ്മുടെയൊക്കെ പരാതി ഇന്ന് സമാധാനമില്ല എന്നുള്ളതാണ്. പണം ഉണ്ടെങ്കിൽ സമാധാനമില്ല, ഇല്ലെങ്കിലും സമാധാനമില്ല. ഇല്ലാത്തവന്റെ സമാധാനക്കുറവ് ഇല്ല എന്നുള്ളതാണ്. ഉള്ളവന്റെ സമാധാനക്കേട് ഉണ്ട് എന്നുള്ളതാണ്. മക്കൾ ഉണ്ടെങ്കിലും സമാധാനമില്ല, ഇല്ലെങ്കിലും സമാധാനമില്ല. മക്കളെ കല്യാണം കഴിച്ചില്ലെങ്കിലും സമാധാനമില്ല, കല്യാണം കഴിച്ചു വിട്ടാൽ അവിടെ എന്താന്ന് ചോദിച്ചാൽ അവിടെയും സമാധാനമില്ല.
ഇങ്ങനെ ഏതൊരവസ്ഥയിലും ഒരു സംഘടനയിൽ ചേർന്നാൽ അവിടെ സമാധാനമില്ല, ഒറ്റപ്പെട്ട് നിന്നാൽ ഇവിടെയും സമാധാനമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നാൽ അവിടെ സമാധാനമില്ല, ചേർന്നില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. അങ്ങനെ സമാധാനമില്ലായ്മയാണ് എല്ലാ ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പടച്ചവന്റെ തീരുമാനത്തിൽ വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത് അതാണ്. അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ. അള്ളാഹു തീരുമാനിച്ചത് ഒരിക്കലും നടക്കാതിരിക്കൂല. ഇതങ്ങ് മനസ്സിലേക്ക് അടിയുറച്ച് വിശ്വസിച്ചാൽ എന്തു വന്നാലും നമുക്കതൊരു പ്രശ്നമായി മാറൂല. ഇത് റബ്ബ് തീരുമാനിച്ചതാണ്, അത് നടന്നേ പറ്റൂ. വരാനുള്ളതൊരിക്കലും വഴി തങ്ങൂല. വിശ്വാസം പറയുന്നുണ്ട്, ലഭിച്ച തമാത്തിൽ ജിന്നു കൊല്ലിച്ചു. ഭൂമിലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കൂടി ഒരുമിച്ചുകൂടി, മുഴുവൻ ജിന്നുകളും ഒരുമിച്ചുകൂടി. ഇപ്പോൾ 850 കോടി മനുഷ്യന്മാർ ലോകത്തുണ്ടല്ലോ. ജിന്നുകളുടെ എണ്ണം നമുക്കറിയില്ല. എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യന്മാരും കൂടി ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്കുക. അവരെല്ലാം കൂടി യോഗം ചേർന്ന് തീരുമാനിച്ചു, അലാ അൻ യൻഫഉക, നിനക്കൊരു ഉപകാരം ചെയ്യണം, ഒരു വ്യക്തിക്ക് ഒരു ഉപകാരം കൊടുക്കണം. എല്ലാവരും കൂടി ഐക്യകണ്ഠേന തീരുമാനിച്ച മീറ്റിംഗ് ആണ്. പക്ഷെ ആ ഉപകാരം നിനക്കുണ്ടാകണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടില്ല. ആര് ജയിക്കും? പടച്ചോന്റെ തീരുമാനം നടക്കും. ഇവിടെ ഭൂരിപക്ഷം ഐക്യകണ്ഠേന മനുഷ്യരെല്ലാം എടുത്ത തീരുമാനം നടക്കൂല. ഒരു ചെറിയ ഉപകാരം ഒരു മനുഷ്യന് കൊടുക്കാൻ എല്ലാവരും തീരുമാനിച്ചാലും പടച്ചോൻ തീരുമാനിച്ചേ നടക്കുള്ളൂ. പിന്നെന്ത്? ഇനി ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു മനുഷ്യനെ ചെറിയൊരു ഉപദ്രവം ചെയ്യണം, ഒരാൾക്കൊരു പണി കൊടുക്കണം, എനിക്കൊരു പണി തരണമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. പക്ഷെ പടച്ചോന്റെ തീരുമാനം എനിക്ക് ആ പണി തരരുതെന്നാണ്. ആര് ജയിക്കും? പടച്ചോൻ ജയിക്കും. അത് നടക്കൂല. ഈ വിശ്വാസമുള്ളൊരു മുഅ്മിനായ മനുഷ്യന് എന്ത് പേടിക്കാൻ? ആരെ പേടിക്കാൻ? ഒന്നും വരാനില്ല. വരാനുള്ളതൊക്കെ വരും. റബ്ബ് തീരുമാനിച്ചു നടക്കും. ആർക്കും എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അള്ളാഹു തീരുമാനിക്കാത്തൊരു ഉപകാരം എനിക്ക് ചെയ്യാനോ ഒരു ഉപദ്രവം എനിക്ക് ചെയ്യാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുന്നിൽ എന്ത് പ്രതിസന്ധിയാണുള്ളത്? എന്ത് സമാധാനക്കുറവാണുള്ളത്? ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ? അതുകൊണ്ട് വരാനുള്ളതെല്ലാം പടച്ചോൻ നേരത്തെ തീരുമാനിച്ചു. ഇപ്പൊ ഇറാൻ യുദ്ധം നടക്കുകയാണ്. ഇത് ഇന്നുണ്ടായ യുദ്ധം ഇന്നല്ലല്ലോ പടച്ചോൻ തീരുമാനിച്ചത്. പടച്ചോൻ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തീരുമാനിച്ച കാര്യമാണ് 2006 ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുള്ള കാര്യം. അപ്പൊ യുദ്ധം നടക്കാതിരിക്കൂല. യുദ്ധം നടന്നാൽ സ്വാഭാവികമായിട്ടും ലോകത്ത് പല പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, വിലക്കയറ്റം ഉണ്ടാകും. പ്രതിസന്ധികളുണ്ടാവും, വിലക്കയറ്റം ഉണ്ടാകും. വിലക്കയറ്റം ഒട്ടുപാലിന് വില കുറയും. അത് ഇന്ന് തീരുമാനിച്ചാലല്ലോ. ചില സാധനങ്ങൾക്ക് വില കുറയും, ചില സാധനങ്ങൾക്ക് വില കൂടും, ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാകും. അപ്പൊ ഇന്നുണ്ടായ ഈ ഒരു പ്രതിസന്ധിയുടെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ട. ഇത് പടച്ചോൻ അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്, നടക്കാതിരിക്കൂല. ഞാൻ സങ്കടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഞാൻ വിഷമിച്ചാലും ഇല്ലെങ്കിലും ഇത് നടന്നേ പറ്റൂ. ഈ ഒരു വിശ്വാസം നന്നായി അടിയുറച്ച് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഈ ഈമാൻ നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അതിപ്രധാനമായ ഒരു കാര്യം ഖനാഅത്തുണ്ടാകണം. ഉള്ളത് കൊണ്ടുള്ള തൃപ്തിപ്പെടണം. നമുക്കെത്രയുണ്ടോ എനിക്കത് മതി. പോരായെന്ന് തോന്നുമ്പോഴാണ് മനസ്സിന് സമാധാനക്കുറവുണ്ടാകുക. എനിക്കുള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനാണെങ്കിൽ എനിക്കൊരിക്കലും അസമാധാനം വരികയില്ല. എനിക്ക് ജീവിക്കാനുള്ളത് എനിക്കുണ്ട്, എന്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, ഈ ഒരു ബോധം ഉണ്ടാകണം. എങ്കിൽ നീയും ഇവിടുത്തെ രാജാവും സമമാണ്. ഈ തൃപ്തിയില്ലായ്മയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞ ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ ഗറദ് വലാകിന്നൽ ഗിനാഹ ഗിനൻ നഫ്സ്. ഒരു മനുഷ്യന്റെ ഐശ്വര്യത എന്ന് പറയുന്നത്, ഒരാളുടെ സമ്പന്നത എന്ന് പറയുന്നത് ജീവിത വിഭവങ്ങൾ അധികരിക്കലല്ല, വീട്ടിൽ ഫർണിച്ചറുകൾ കൂടുതൽ ഉണ്ടാകലല്ല, വാഹനങ്ങൾ മുറ്റത്തിങ്ങനെ നിരനിരയായി കിടക്കലല്ല. ഇതൊന്നുമല്ല സമാധാനം, സംതൃപ്തി എന്ന് പറയുന്നത്. ഗിനൻ നഫ്സി, മനസ്സിന്റെ സംതൃപ്തി. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. അതിൽ സംതൃപ്തനാണെങ്കിൽ അവനേക്കാൾ വലിയ സമ്പന്നൻ ലോകത്ത് വേറെയില്ല. പക്ഷെ എന്ത് നമുക്കില്ലാതെ പോകുന്നു അത് തന്നെയാണ്. നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്നാണ്. അതിനൊരുപാട് കാശ് വേണ്ടി വരും. എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ കുറച്ച് പൈസ മതി, എനിക്ക് മറ്റൊരാളെ പോലെ ജീവിക്കാൻ ഒരുപാട് പൈസ വേണ്ടി വരും. അത് കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും, അതിനുവേണ്ടി തെറ്റായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും. അപ്പോൾ എന്റെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് അതിപ്രധാനമായ ഒരു വിഷയമാണ് ഈ വിഷയം. അടുത്തൊരു കാര്യം, നമ്മൾ പരമാവധി ശത്രുവിനെ കുറയ്ക്കുക.
ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ശത്രുക്കളെ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുക. നമുക്കൊരു ശത്രു ഉണ്ടാകാൻ പാടുന്നു. ആ ശത്രുവിന്റെ പേര് ഇബ്ലീസ് എന്നാണ്. അവനെന്നും നമ്മൾ ശത്രുവായിരിക്കാം. അവനെ മിത്രമാക്കാൻ ശ്രമിച്ചാൽ ഉള്ള സമാധാനം നഷ്ടപ്പെടും. സത്യത്തിൽ മനുഷ്യന്റെ മനസ്സിൽ സമാധാനം ഇട്ടു തരുന്ന യഥാർത്ഥ ആള് പിശാച് തന്നെയാണ്. അതിന് കാരണം അവന്റെ അസൂയാണ്. അവനെ സ്വർഗത്തിൽ നിന്ന് പടച്ചും പുറത്താക്കി. അന്നുണ്ടായ അവന്റെ അസൂയയാണ് ഈ മനുഷ്യ മനസ്സുകളിലേക്ക് അവൻ നടത്തുന്ന ദുർബോധനം. ആദമിനെ അള്ളാഹു പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ആദമിന് അള്ളാഹു ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ നിന്നെ തിരിച്ചെടുക്കും. ആദമിനെ തിരിച്ചെടുക്കാമെന്ന് അള്ളാഹു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമിയാ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം സ്വർഗത്തിൽ നിന്ന്. പക്ഷെ എന്നേക്കുമല്ല. ഖുൽ നഹ്ബിതു മിൻഹാ ജമിയാ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകി, നിങ്ങൾക്ക് സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, എന്റെ സന്മാർഗം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ വഴിയിലേക്ക് കടന്നു വരാൻ കഴിയും. ഈ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ഒരു ഉറപ്പ് അള്ളാഹു ആദമിനും ഹവ്വയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസിന് ഉറപ്പില്ല. ഇബ്ലീസിനെ ഇറക്കിയത് തന്നെ ജോർഡാനിലാണ്. ആദം നബി അല്ലാഹു തആല ഇന്ത്യയിലേക്ക് വിട്ടു. ഇന്ത്യയില് ആദംമല, അഭിഭക്ത ഇന്ത്യയുടെ ഭാഗമായ സിലോണിലെ ആദംമലയിലാണെന്നും അല്ല ഹിമാലയത്തിലാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഹിമാലയത്തിലാണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത്. ഹവ്വാ റളിയല്ലാഹു അൻഹ അല്ലാഹു തആല ജിദ്ദയിലാണ് ഇറക്കിയത്. അതാണ് ജിദ്ദക്ക് ജദ്ദ എന്ന് പറഞ്ഞ വെല്ലിമ്മ എന്നാണ് അർത്ഥം. വെല്ലിമ്മ ഇറങ്ങിയ സ്ഥലമാണ് ജിദ്ദ, സൗദി അറേബ്യയിൽ. ഇബ്ലീസിനെ അല്ലാഹു തആല ഇറക്കിയത് ജോർഡാനിലാണ്. ജോർഡാൻ. അപ്പൊ ഇബ്ലീസിനെ പുറത്താക്കി. ഇബ്ലീസിന് ഒരിക്കലും തിരിച്ചും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ആദനും ഹവ്വയ്ക്കും സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇബ്ലീസിനെ മനുഷ്യരോട് അസൂയ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഇബ്ലീസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ശർറ എന്ന് പറയുന്നത് വസ്വാസാണ്, ദുർബോധനം. അവൻ രാവിലെ വന്നിട്ട് ഒരാളോട് പറയും, ഇന്ന വിഷയം നീ കേട്ടില്ലേ, ഇന്ന കാര്യം നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാളുടെ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കും. ഇയാൾ മറ്റേയാളോട് പറയും. അങ്ങനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ പരസ്പരം ഏറ്റുമുട്ടലുകളും സംഘടനകളും ഉണ്ടാക്കി ആത്മനിർവൃതി അടയുന്നയാളാണ് ഇബ്ലീസ്. അപ്പൊ നമ്മൾ ഇബ്ലീസിനെ ശത്രുവായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു ശൈത്താനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം, റഹ്മാനായ റബ്ബിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെല്ലാം സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തെന്താ? വംദാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അക്രമികളെ നിങ്ങളിങ്ങ് മാറി നിൽക്ക്. മഹ്ശറിൽ വെച്ച് അല്ലാഹു പറയാണ്, ധിക്കാരികളെ നിങ്ങളിങ്ങ് മാറി നിൽക്ക്, നിങ്ങൾ വിശ്വാസികളുടെ കൂടെ നിൽക്കല്ലേ, മാറി നിൽക്ക്. അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാറ് ചെയ്തിരുന്നില്ലേ, അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ അനുസരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് കരാറ് ചെയ്തിരുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നതാ. നിങ്ങൾ ആ പിശാചിനെ അനുസരിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് മുജ്രിമീങ്ങളായി, ധിക്കാരികളായി മാറി നിൽക്കേണ്ടി വന്നത്, നരകത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞ് സൂറത്ത് യാസീൻ തൊട്ടുടനെ പറയുന്നത് പിശാചിന്റെ കാര്യമാണ്. അതുകൊണ്ട് പിശാചിന്റെ വഴിയെ പോകുമ്പോഴാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുക. അതുകൊണ്ട് പിശാച് നമുക്കിടയിൽ മനുഷ്യ മനസ്സിൽ അസമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് പിശാചിന്റെ വഴിയെ പിൻപറ്റാതിരിക്കുക, ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. ഒരു മനുഷ്യന് എത്രമാത്രം ശത്രുക്കൾ കുറയുന്നോ അതനുസരിച്ച് അവന് സമാധാനം കൂടും. ശത്രു കൂടുന്നതിനനുസരിച്ച് സമാധാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആദർശ ശത്രുക്കളല്ലാതെ ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. ആദർശ ശത്രുക്കൾ ഉണ്ടാകും, അത് വേണം. ആദർശ ശത്രു ഇല്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല ആദർശത്തിൽ. ആദർശത്തിന്റെ പേരിൽ ശത്രു ഉണ്ടായിക്കൊള്ളട്ടെ, അല്ലാത്ത ശത്രു നമുക്കുണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ശത്രുക്കൾ ആദർശത്തിന്റെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാത്തവരെല്ലാം പ്രവാചകന്റെ മിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് ശത്രുക്കളെ നമ്മൾ പരമാവധി കുറയ്ക്കുക, ആരെയും ശത്രുവാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള ഒറ്റമൂലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 4 കാര്യങ്ങൾ ചെയ്യുക. മദീനയിലേക്ക് പ്രവാചകൻ ഹിജറ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് കയറിയത്. അയ്യുഹന്നാസ് അഫ്ശുസ്സലാം അത്ഇമുത് തആം സിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ മദീനയിലേക്ക് വരുന്നത്. 4 കാര്യങ്ങൾ. മദീനയിൽ വന്ന് ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ ഇതാണ്. ജനങ്ങളെ, നിങ്ങൾ അഫ്ശുസ്സലാം, പരസ്പരം സലാം പ്രചരിപ്പിക്കണം. ആരെ കണ്ടാലും സലാം പറയുക. ചിരിച്ചൊരു സലാം പറഞ്ഞാൽ ഏത് ശത്രുതയും അവിടെ അവസാനിക്കും.
ഇന്നലെ വരെ നമ്മുടെ ശത്രുവാണ്, മുഖത്ത് നോക്കി ചിരിച്ചിട്ടൊരു സലാം പറഞ്ഞാൽ അവന്റെ ഉള്ള് ക്ലീനായി. നമ്മളൊരു ശത്രുത ഉണ്ടാവില്ല. ശത്രുത അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് സലാം പറയുക. അപ്പൊ നമുക്ക് സമാധാനം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. തിരിച്ചു പറയുന്നത് വലൈക്കും സലാം, നിനക്കും സമാധാനം ഉണ്ടാകട്ടെ. രണ്ടുപേർക്കും സമാധാനമായി. 2 അത്അഇമുത്ത്ആം, ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുമ്പോഴോ അവർക്ക് ഭക്ഷണം കിട്ടിയെന്ന സമാധാനമായി, നമുക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ള സമാധാനമായി. 3-മത്തത് ഉസിലുൽ അർഹാം, എല്ലാവരുമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിർത്തുക. കുടുംബക്കാരുമായി ബന്ധങ്ങൾ ചേർക്കുക. അപ്പോൾ അവർക്കും സമാധാനം, നമുക്കും സമാധാനം. 4-മത്തെ കാര്യം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. പടച്ചവനോട് പ്രാർത്ഥിക്കുക, പടച്ചവൻ എനിക്ക് സമാധാനം തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാ ചെയ്യാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മളും ഓരോ ദിവസവും പ്രഭാതത്തിൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ഫലക്കൽ ഹംദു വലക ശുക്ർ. ഈ ദുആ ചെയ്യാതെ ഒരൊറ്റ ദിവസം നമുക്ക് നേരം വെളുക്കരുത്. റസൂലിന്റെ എല്ലാ ദിവസത്തിന്റെ രാവിലത്തെ പ്രാർത്ഥനയാണ്. മനസ്സ് ശുദ്ധമാകാൻ, ശത്രുക്കൾ കുറയാൻ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, പടച്ചവനെ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ആർക്കെല്ലാം നീ എന്തെല്ലാം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്റെ അർത്ഥം അങ്ങനെയാണ്. ഇന്ന് നേരം വെളുത്തി ഈ ഭൂമി ലോകത്ത് ഏത് മനുഷ്യർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഫമിൻക വഹദക, അത് നിന്നിൽ നിന്ന് മാത്രമാണ്, നീ കൊടുത്തതാണ്, നീ മാത്രമാണ് അത് കൊടുക്കുന്നവൻ. അതുകൊണ്ട് ഫലക്കൽ ഹംദു വലക ശുക്ർ, ഞാൻ അതിന് നിന്നോട് നന്ദി ചെയ്യാണ്. ഞാൻ നിന്നോട് നന്ദി ചെയ്യുന്ന എന്തിന്? എനിക്ക് തന്ന നിയമത്തിന് മാത്രമല്ല, ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം നീ കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം പടച്ചവന് ഞാൻ നന്ദി ചെയ്യാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ലോകത്തൊരാളോട് അസൂയ ഉണ്ടാവില്ല, ശത്രുത ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും കൊടുത്ത അനുഗ്രഹത്തിന് ഞാൻ നന്ദി ചെയ്യാണ് പടച്ചവൻ. എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിൽ നന്ദി ചെയ്യാം. ആർക്കും ഒരു അനുഗ്രഹം പടച്ചവൻ കൊടുക്കുന്നത് നമുക്കൊരു അസൂയ ഉണ്ടാകാതിരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളതിന്റെ അർത്ഥം ചിന്തിച്ചോണ്ട് എനിക്കറിയില്ല. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എപ്പോഴായി പ്രാർത്ഥന ചെയ്യാം? 2-മത്തെ ഖുത്ബ കഴിയുമ്പോൾ ഈ പ്രാർത്ഥന നടത്തും. എന്തതിനർത്ഥം? ഖുർആനിൽ പറഞ്ഞ പ്രാർത്ഥന, റബ്ബന ഗ്ഫിർ ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന, ഞങ്ങൾക്ക് കഴിഞ്ഞുപോയ ഞങ്ങളുടെ മുഴുവൻ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ഒരു വിശ്വാസിയോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു എതിർപ്പോ ഒരു അസൂയോ ഒരു പകയോ നീ അവശേഷിപ്പിക്കരുത്. ഒരു മുഅ്മിനോടും എന്റെ മനസ്സിലൊരു പകയുണ്ടാക്കരുത്. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കാരുണ്യം, ദയ, ഇങ്ങനൊരു മനസ്സെനിക്ക് ഉണ്ടാക്കി തരണേ എന്നാണ് ആ പ്രാർത്ഥന ചെയ്യുന്നത്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി ശത്രുക്കളെ കുറയ്ക്കുക. അടുത്തൊരു കാര്യം, നമ്മൾ തലയിടണ്ടാത്തൊരു കാര്യത്തിൽ പോയി നമ്മൾ തലയിടാതിരിക്കുക. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറയാറുണ്ടല്ലോ. പൊന്നുരുക്കണമെന്ന് പൂച്ച പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇടപെടേണ്ട വിഷയത്തിൽ മാത്രം ഇടപെടുക, അല്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കാതിരിക്കുക. മനസ്സിന് സമാധാനം ഉണ്ടാവും. ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഞാൻ ഇടപെടേണ്ടാത്ത വിഷയത്തിൽ പോയി ഞാൻ ഇടപെടും, അവസാനം കുടുങ്ങും. എനിക്ക് ഇടപെടേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് ഞാൻ ഇടപെട്ടാൽ മതി. വേറെ ഒരാൾ ഇടപെടേണ്ട കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നല്ല മുസ്ലിം ആണെന്നതിന്റെ ലക്ഷണമാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടാതിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഇടപെടേണ്ട സ്ഥലങ്ങൾ, അവിടെ പോയി ഇടപെട്ടാൽ മതി. ചോദിക്കേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പടയങ്കി നെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തൊരു കഴിവാണ്, ഇരുമ്പിനെ മയക്കി കൊടുത്തു, ഇരുമ്പിനെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനെ പടയങ്കി നിർമ്മിക്കുകയാണ്. അപ്പോഴാണ് ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകനൊന്നുമല്ല, അള്ളാഹുവിന്റെ ഒരു വലിയാണ്. ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാം അദ്ദേഹം കടന്നു ചെന്നു ദാവൂദ് നബിയുടെ സദസ്സിലേക്ക്. പടയങ്കി നെയ്തുകൊണ്ടിരിക്കുകയാണ്. ലുക്മാനുൽ ഹക്കീമിന് മനസ്സിലായില്ല ഇതെന്താ ചെയ്യുന്നത്, മനസ്സിലായില്ല. പക്ഷെ ചോദിച്ചില്ല. ചോദിക്കേണ്ട, എനിക്കറിയേണ്ട കാര്യമല്ലല്ലോ, ഞാൻ എന്തിനാ ചോദിക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഞാൻ എന്തിനറിയണം? 1 കൊല്ലം കഴിഞ്ഞ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഈ പടയങ്കി അണിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ ലുക്മാൻ ഹക്കീം ഇത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് ഈ നിർമ്മിച്ച പടയങ്കി ഇങ്ങനെ യുദ്ധത്തിൽ ധരിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോൾ ലുക്മാൻ ഹക്കീം അലൈഹി സ്വലാം, അൽഹംദുലില്ലാ, ചോദിക്കാതെ ഇതിന്റെ മറുപടി പടച്ചവൻ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. ഞാനന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് വേണ്ടാത്ത ചോദ്യമായി പോകും. ഇന്ന് അള്ളാഹു എന്റെ മുന്നിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന്റെ ഉപയോഗം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു, കാണിച്ചു തന്നു. ഇതാണ് നമ്മൾ ചോദിക്കേണ്ടാത്ത കാര്യം ചോദിക്കാതിരിക്കുക, ഇടപെടേണ്ടാത്തിൽ ഇടപെടാതിരിക്കുക. അതുകൊണ്ടാണ് ലുക്മാൻ ഹക്കീം, അദ്ദേഹം സത്യത്തിൽ സുഡാനിലെ ഒരു ആട്ടിടയനായിരുന്നു. ആടിനെ മേയിച്ചു നടന്ന മണലാരണ്യത്തിൽ ആട് മേയിച്ചു നടന്നൊരു മനുഷ്യനാണ് ലുക്മാൻ ഹക്കീം. അദ്ദേഹത്തിന്റെ പേരെവിടെയുണ്ട്?
ഖുറാനിലുണ്ട്. ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്ന ഒരു ആട്ടിടയന്റെ പേരിൽ ഖുറാനിൽ ഒരു സൂറത്ത്. അത്ഭുതമല്ലേ? എന്താ കാരണം? അദ്ദേഹം ഒരിക്കൽ ജഡ്ജിയായി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ, രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഉന്നത സ്ഥാനത്തേക്ക് ആട്ടിടയനെത്തി. അദ്ദേഹം ഈ ജഡ്ജിയുടെ ചേംബറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് മണലാരുണ്യത്തിൽ ആടുമേച്ചൊരു ഇടയനുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആടുമേച്ചോണ്ടുണ്ട്. ആ ഇടയൻ വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി മനുഷ്യ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആടുമേച്ച് നടന്നതല്ലേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന അധികാര പദവിയിൽ എത്തിയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാക്കിട്ട് കാണിച്ചു കൊടുക്കുന്ന ഇതാണ് അതിന് കാരണം. എന്നെ ഇവിടെ എത്തിച്ചത് ഈ നാക്കാണ്. അപ്പൊ നാക്കുകൊണ്ട് പറയേണ്ടാത്തത് പറയാതിരുന്നാൽ എത്തിക്കേണ്ടത് പടച്ചോൻ എത്തിക്കും. ലുക്മാൻ ഹക്കീമിനോട് അദ്ദേഹത്തിന്റെ മുതലാളി പറഞ്ഞു, നീ ഒരു ആടിനെ അറുത്തിട്ട് ഏറ്റവും നല്ല 2 അവയവം കൊണ്ടുവരിക. ഒരു ആടിന്റെ ഏറ്റവും നല്ല 2 അവയവം. അപ്പൊ അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തത് കരളും നാവുമാണ്. പിന്നൊരിക്കൽ പറഞ്ഞു, ഒരു ആടിനടുത്ത് ഏറ്റവും മോശമായ 2 അവയവങ്ങളും കൊണ്ടുവരിക. അപ്പോഴും അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തത് ഈ നാവും കരളുമാണ്. ചോദിച്ചോ പറഞ്ഞു, നന്നായാൽ ഏറ്റവും നന്നാകുന്ന 2 അവയവം ഇത് തന്നെയാണ്, മോശമായാൽ ഏറ്റവും മോശമാകുന്ന 2 അവയവങ്ങൾ ഈ നാവും ഈ കരളും തന്നെയാണ്. അതുകൊണ്ട് ഇടപെടേണ്ടാത്ത കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ഇടപെടാതിരിക്കുക, ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുക. അടുത്തൊരു കാര്യം, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മൾ അന്വേഷിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുക. മറ്റുള്ളവരുടെ കുറ്റം നോക്കാൻ പടച്ചോൻ ഒരുപാട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. പടച്ചോൻ നേരിട്ട് ക്യാമറ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് എന്താണ് ബാധ്യത? അവരുടെ കുറ്റം കുറവും നോക്കാൻ. ആരുടെയും കുറ്റവും കുറവും. ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ നടക്കുന്ന ആളുകൾ ആരുടെയും കുറ്റവും കുറവും നോക്കും. അതുകൊണ്ട് നമ്മൾ കേൾക്കാനും നിൽക്കരുത്. ഒരാളുടെ ഗീബത്ത് നമ്മളോട് പറഞ്ഞാൽ കേൾക്കരുത്. കാരണം എന്താ? നമ്മുടെ ഗീബത്ത് മറ്റൊരാളോട് പറയും, ഉറപ്പാണത്. ഒരാളെ കുറിച്ച് നമ്മളോട് കുറ്റം പറയുന്നെങ്കിൽ നമ്മൾ അവനെ വിലയിരുത്തിക്കൊള്ളണം. നമ്മുടെ കുറ്റം മറ്റൊരാളോട് പറയും, ഉറപ്പാണ്. ആ സ്വഭാവമുള്ള ആളുകൾ പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഒരാളുടെ കുറ്റം നമ്മളോട് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കരുത്. നമ്മൾ മാസലാം അരിതനിൽ ജാഹിലീൻ എന്നാണല്ലോ. ജാഹിലിങ്ങൾ എത്ര അവഗണിച്ച് തിരിഞ്ഞു കളയാണ്. നമ്മൾ തിരിഞ്ഞു കളയണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹാബാക്കളെ, നിങ്ങളിൽ ഒരാളെ കുറിച്ചും എന്നെടുക്കൽ കുറ്റം പറയരുത്. നിങ്ങളൊരാളുടെയും കുറ്റം എന്നോട് പറയരുത്. കാരണം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങളോടെല്ലാം ഒരേ നിലയ്ക്ക് ഒരേ സമീപനം, ശുദ്ധ മനസ്സോടുകൂടി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഒരാളെ കുറിച്ച് എന്നടുത്ത് കുറ്റം പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു മുൻധാരണ ഉണ്ടാവൂലേ, ഇങ്ങനെ ചെയ്ത ആളെന്നുള്ള ധാരണ ഉണ്ടാവൂലേ. അതുകൊണ്ട് ഒരാളെ കുറിച്ച് നിങ്ങൾ എന്നോടൊരു കുറ്റവും പറഞ്ഞു തരരുത്. നമ്മൾ ഒരാളുടെയും കുറ്റങ്ങളും കുറവും പറയുക. അതോടൊപ്പം തന്നെ നമ്മളെ വിമർശിക്കാനുള്ള ഒരു ചാൻസ് എല്ലാവർക്കും കൊടുത്തേക്കുക. ഇതൊരു അതിപ്രധാനമായ കാര്യമാണ്. നമ്മളെ വിമർശിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുക. ആരും നമ്മളെ വിമർശിച്ചാൽ നമുക്ക് അതിൽ പരാതി ഉണ്ടാകരുത്. ഇന്ന് അങ്ങനെയല്ലല്ലോ, വിമർശനം ഉൾക്കൊള്ളാൻ ആരും തയ്യാറല്ല. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാഫുൻ മുഹ്ലിക്കാത്ത്. 1 ഹവൻ മുത്തബഅ, ശരീരച്ഛയ്ക്കനുസരിച്ച് നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക. നിയമങ്ങൾ അനുസരിക്കൂല. ഇപ്പൊ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കൂല. ഞാനിവിടുത്തെ ലോക്കൽ സെക്രട്ടറി അല്ലേ, ഞാൻ എന്തിനാ ഹെൽമെറ്റ് വെക്കണം? പോലീസുകാരോട് ചോദിക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെ, ആ നിയമം അനുസരിക്കണം. ഒരു സ്ഥലത്തിൽ ക്യൂ നിൽക്കേണ്ട സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര VIP ആണെങ്കിലും ക്യൂ നിൽക്കണം, നിയമം അനുസരിക്കണം. ഇതില്ലെങ്കിൽ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. ആരും നിയമം അനുസരിക്കണം. ഹവൻ മുത്തബ് ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഷുഫൻ മുത്താ, അറുലുബ്ദത, ഒന്നിനും ഒരു പൈസ മുടക്കാത്തൊരവസ്ഥ. ഇതും ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. 3ാമത്തെ കാര്യം ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ വലിയവനാണെന്ന് അവനങ്ങ് തോന്നുക. ഞാൻ വലുതാണെന്ന് എനിക്കങ്ങ് തോന്നുക. മറ്റുള്ളവർ എന്നെ വലുതാക്കണം വേണ്ട, ഞാൻ വലുതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെന്നെ നശിപ്പിച്ചു കളയും. ആരും എന്നെ വിമർശിക്കാൻ പാടില്ല, എന്റെ തെറ്റാരും പറയാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കരുത്. ആർക്കും നമ്മളെ വിമർശിക്കാനുള്ള ഒരു അവസരം ഇട്ടു കൊടുക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഉമർ. ആ ഉമറിന്റെ പേര് കേട്ടപ്പോഴാണ് കിസ്റ വറയ്ക്കുന്നത്. ആ ഉമറിനെ സ്വന്തം അനുയായികൾ വിമർശിക്കും. ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് മഹർ നിയന്ത്രിക്കാൻ ഒരുങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. മഹർ ഇങ്ങനെ കൂടിപ്പോവുകയാണ്. പെണ്ണുങ്ങൾ വല്ലാതെ മഹർ ചോദിക്കുകയാണ്. എന്ന് സ്ത്രീധനം ചോദിക്കുമ്പോൾ ആണുങ്ങൾ. അപ്പൊ ആണുങ്ങൾക്ക് മഹർ കൊടുക്കാൻ പ്രയാസമായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രസംഗിച്ചു മദീന പള്ളിയിൽ, ഇനി മുതൽ ആരും 400 ദിർഹമിൽ കൂടുതൽ മഹർ ചോദിക്കാൻ പാടില്ല ഒരു പെണ്ണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മഹർ 400 ദിർഹമാണ്. അപ്പൊ ഒരു പെണ്ണ് മസ്ജിദീന, പള്ളിയുടെ അങ്ങേ ലാസ്റ്റ് ഭാഗത്തു നിന്നൊരു പെണ്ണ് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു ഉമറിനോട്, യാ ഉമർ, ആരാണ് നിനക്ക് ഇതിന്റെ അധികാരം നൽകിയത്? രാജ്യത്തിന്റെ ഭരണാധികാരിയോട് സാധാരണ പെണ്ണ് ചോദിക്കണത്, ആര് നിനക്ക് ഇതിന് അധികാരം നൽകി മഹർ നിയന്ത്രിക്കാൻ? അള്ളാഹുവിന്റെ ഖുർആൻ നീ പഠിച്ചിട്ടില്ലേ? കൂമ്പാരക്കണക്കിന് മഹർ നിങ്ങൾ കൊടുത്താൽ പോലും ഒന്നും തിരിച്ചു വാങ്ങരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? കൂമ്പാരമെന്നല്ലേ ഖുർആൻ പ്രയോഗിച്ചത്? നിന്നോടാരാണ് ഈ 400 ദിർഹം നിജപ്പെടുത്താൻ ആര് പറഞ്ഞു? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുല്ലുന്നാസി അഫ്ഖഹു മിൻ ഉമർ, ഈ ഉമറിനേക്കാളും വിവരം ആ പെണ്ണിനുണ്ട് എന്നാ.
അപ്പൊ വിമർശിക്കാനുള്ള ആർക്ക് ആരെയും വിമർശിക്കാൻ അധികാരമുണ്ട്. എന്നെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം മനുഷ്യനെ അഹങ്കാരിയാക്കി തീർക്കും. അങ്ങനെ ഒരു ചാൻസ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാലേ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സിങ്ങനെ നീറും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മനസ്സ് നീറും. അതുപോലെ നമ്മളെ ആരെങ്കിലും വലുതാക്കിയതിന്റെ പേരിൽ നമ്മൾ വലുതാകാതിരിക്കുക, ചെറുതാക്കിയതിന്റെ പേരിൽ ചെറുതാകാതിരിക്കുക. എനിക്കെന്റെ വില എനിക്കറിയാം, ഞാൻ ആ വിലയിൽ നിന്നാ മതി. ആരെങ്കിലും എന്നെ ഇടിച്ചു താഴ്ത്താൻ നിന്നോ ഞാൻ ചെറുതാകേണ്ട കാര്യമില്ല. നാലാൾ എന്റെ മുമ്പിൽ വെച്ച് പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ അങ്ങ് പൊങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു പോസ്റ്റിൽ നമ്മളങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഇകഴ്ത്തലുകളും പുകഴ്ത്തലുകളും ഒരിക്കലും നമ്മളെ മനസ്സിനെ ബാധിക്കില്ല. അതൊരിക്കലും നമ്മുടെ സമാധാനം കെടുത്തിക്കളയുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശത്രുക്കളെ കുറയ്ക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരുടെ ന്യൂനതകളെ ചെകന്നന്വേഷിക്കാതിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. ഇത്തരം വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇനിയുമുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നാടിലൊക്കെ അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. ലോകത്ത് അല്ലാഹു സമാധാനം നിലനിർത്തുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മസല സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സക്കാത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കൽ അനുവദനീയമാണ്. ഒരു വർഷം പൂർത്തിയായി കഴിയുമ്പോഴാണല്ലോ സക്കാത്ത് നിർബന്ധമാകുക. വരാനിരിക്കുന്ന ഒരു വർഷത്തെ സക്കാത്ത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. ഒരു വർഷത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ കഴിയും. അതിന്റെ ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഈ കൊല്ലത്ത് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ 1-2 പേര് അത്യാവശ്യക്കാരുണ്ട്. അവർക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? സക്കാത്ത് ഫണ്ട് തീർന്നു, 1-2 അത്യാവശ്യക്കാർ ബാക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് വരാനിരിക്കുന്ന വർഷത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ 2 നിബന്ധനയുണ്ട്. ഒന്ന്, അടുത്ത വർഷം എന്റെ സക്കാത്തിന്റെ അടുത്ത വർഷം പൂർത്തിയാകുമ്പോൾ ആ വാങ്ങിയ ആള് സക്കാത്ത് വാങ്ങാൻ അർഹനായിരിക്കണം. അയാൾ അർഹനല്ലാതായി എന്ന് പറഞ്ഞാൽ അയാൾ പണക്കാരനായി പോയി കഴിഞ്ഞാൽ ഈ സക്കാത്ത് ഞാൻ വീണ്ടും കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ ഞാൻ അർഹനാകണം, വാങ്ങാൻ അയാൾ അർഹനായ രീതിയിൽ അടുത്ത വർഷം എന്റെ സക്കാത്ത് കൊടുക്കേണ്ട വർഷം എത്തണം. എന്നാലേ അഡ്വാൻസ് സക്കാത്ത് ശരിയാവുള്ളൂ. ഒരു വർഷത്തേക്ക് മാത്രമേ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 1-ലേതും വർഷത്തേക്ക് സക്കാത്ത് അഡ്വാൻസ് കൊടുക്കാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സക്കാത്ത് കൊടുക്കേണ്ടത് വർഷത്തിലാണ്. ചില ആളുകൾക്ക് മാസത്തിലും സക്കാത്ത് കൊടുക്കേണ്ടി വരും. മാസാമാസം വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്കാത്ത് മാസത്തിൽ കൊടുക്കേണ്ടി വരും. ഇപ്പോ മാസാമാസം ശമ്പളം കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാങ്കിലേക്ക് മാസാമാസം ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു ഫിക്സഡ് എമൗണ്ട്, ഇപ്പൊ 2 ലക്ഷം രൂപ ഒരാൾ ഈ വർഷം ഡിപ്പോസിറ്റ് ചെയ്തു, മുഹറം 1 ഡിപ്പോസിറ്റ് ചെയ്തു. അടുത്ത മുഹറം 1 ആകുമ്പോൾ 2 ലക്ഷം രൂപ സക്കാത്തായിട്ട് നിർബന്ധമായിട്ടുണ്ട്. പക്ഷേ ഈ മുഹറത്തിൽ 2 ലക്ഷം ഇട്ടു, സഫറിൽ കൊണ്ടുപോയി 50,000 ഇട്ടു, ഇപ്പൊ 2.5 ലക്ഷമായി. അപ്പൊ അടുത്ത മുഹറം 1 അയാൾ കൊടുക്കേണ്ടത് 2 ലക്ഷത്തിന്റെ സക്കാത്താണ്. സഫർ 1 ആകുമ്പോഴോ, സഫറാകുമ്പോൾ കഴിഞ്ഞ സഫറിലിട്ട് 50,000 സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ സഫറിലിട്ട് 50,000 സക്കാത്ത് വേറെ കൊടുക്കണം. ഇങ്ങനെ ഓരോ മാസം ഇടുന്നതിന്റെ മാസാമാസം കൊടുക്കേണ്ടി വരും. 2 ലക്ഷത്തിന്റെ അതിന്റെ വർഷമാകുമ്പോൾ കൊടുക്കുക, ഓരോ 50,000 അതിന്റെ വർഷമാകുമ്പോൾ കൊടുക്കുക. 2 വർഷമായി കഴിഞ്ഞാൽ 50,000 സക്കാത്ത് 2 പ്രാവശ്യം കൊടുക്കണം. 5% കൊടുക്കേണ്ടി വരും. അങ്ങനെ 2 വർഷമായല്ലോ. അങ്ങനെ മാസാമാസം ചിട്ടി, കുറികള്, ബാങ്കിലിടുന്ന ഡെപ്പോസിറ്റുകള്, ഈ മാസം ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാര്, ഇത്തരക്കാർക്കെല്ലാം ഇങ്ങനെ വർഷ സക്കാത്തോടൊപ്പം തന്നെ മാസത്തിൽ സക്കാത്ത് വരാനും സാധ്യതയുണ്ടെന്നുകൂടി മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.